തഞ്ചാവൂർ ചെന്നതാ ഈ വീഡിയോ എടുത്തപ്പം സെക്യൂരിറ്റികൾ ഞങ്ങൾ വന്ന് പറഞ്ഞു ഇവിടെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല, ഓൺലി ഫോട്ടോസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല, കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടുത്തെ വൈബൊക്കെ എൻജോയ് ചെയ്ത് അങ്ങ് ഇറങ്ങും. പിന്നെ അവിടുത്തെ പ്രസാദമായിരുന്നു ഈ ലഡുവും ബാദുഷയും. വീട്ടിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണെങ്കിൽ വീടിന്റെ പാതി വഴി പോലും ഇതെത്തിയില്ല. അതിന് മുന്നേ ഞങ്ങൾ എത്തും. പിന്നെ അശ്വതിക്ക് തഞ്ചാവൂർ ഡോൾസ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ടെമ്പിളിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ ഞങ്ങൾ പോയി. പക്ഷെ അവിടെ ഒടുക്കലത്തെ റേറ്റ് ആയിരുന്നു. 600 ആയിരുന്നു ഒരു പീസിന് അവർ പറഞ്ഞ റേറ്റ് സ്റ്റാർട്ടിങ്. പക്ഷെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു. അവിടെ 300 ആയിരുന്നു സ്റ്റാർട്ടിംഗ് പ്രൈസ്. അശ്വതി അങ്ങനെ ഒരു കപ്പലിനെ വാങ്ങി. ഞാൻ ഇങ്ങനെ ചുമ്മാ എല്ലാവരെയും ആട്ടി കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ ഓരോ കരിക്കും കുടിച്ചു. അതോടെ വിശപ്പ് മാറി. പിന്നെ സകല എനർജി എടുത്ത് ഞങ്ങൾ അങ്ങ് നടക്കാൻ തുടങ്ങി. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ അടുത്ത സ്പോട്ടായ മറാത്ത പാലസ്. ഇതിന്റെ ഇടയ്ക്ക് ഞാനും അശ്വതി ഒന്ന് ക്ലാഷ് ആയി. രാവിലെ ടെമ്പിളിലേക്ക് നടക്കാൻ നേരം അശ്വതി ചോദിച്ചു നമുക്ക് ഓട്ടോയോ ബസ്സോ എടുത്ത് പോയാൽ പോലും. അപ്പൊ ഞാൻ ഭയങ്കര ഡയലോഗ് അടിച്ചു, നമ്മൾ ടൂറിസ്റ്റ് അല്ല ട്രാവലേഴ്സ് ആണ്, നമ്മൾ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. അതിനുള്ള മറുപടി എന്തായാലും ഈ നടത്തത്തിൽ എനിക്ക് കിട്ടി. പിന്നെ തഞ്ചാവൂർ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു 7-8 മണി ആകുമ്പോഴേ ഇവിടെ ചൂടാവും. അങ്ങനെ നടന്ന് തളർന്ന് ഞങ്ങൾ എത്തിയപ്പോഴാണ് ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്, പാലസ് തുറന്നിട്ടില്ല. ബിക്കോസ് രാവിലെ 9 മണി പോലും ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഫൈനലി 9:30 ആയപ്പോൾ പാലസ് തുറന്നു. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു 50 രൂപ ടിക്കറ്റിന് വർത്ത് ആയിട്ട് എന്തെങ്കിലും അവിടെ ഉണ്ട് എന്ന് തോന്നിയില്ല. 9:30 കയറിയ ഞങ്ങൾ 10 മണി ആയപ്പോഴേക്കും പാലസ് കണ്ടിറങ്ങി. അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പോസ്റ്റ് അടിച്ചിരിക്കുമ്പോഴെന്താ ആ മുതലിനെ പരിചയപ്പെടും. തഞ്ചാവൂരിലേക്ക് സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞ് വന്ന ഒരു ബാംഗ്ലൂർ മലയാളി. ഇതൊന്നും കണ്ടിട്ട് ആരും ഇറങ്ങരുത് ഗൈസ്. സോളോ എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ സോളോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യമില്ല, തഞ്ചാവൂർ ആരാ ദിവസം ഒരു ഫുൾ ഡേ തഞ്ചാവൂർ കറങ്ങാം എന്ന് പ്ലാൻ ചെയ്ത് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. പകല് നല്ല ചൂടാണ്, പ്രത്യേകിച്ച് കാണാനും മാത്രം ഒന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ പാലസിന്റെ അടുത്ത് തന്നെയായിരുന്നു ഈ ഒരു വീണ മേക്കിംഗ് സ്പോട്ട്. അത് അത്യാവശ്യം നൈസ് ആയിരുന്നു. ഞങ്ങൾ ഇങ്ങനെ വീണ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ 3 ആളും കൂടി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുത്തിയിരുന്നു. കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇടയ്ക്ക് കുംഭകോണം പോയാലോ എന്നൊക്കെ പ്ലാൻ ഉണ്ടായെങ്കിലും പിന്നെ അതൊക്കെ ഞാൻ ക്യാൻസൽ ആയി. പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തഞ്ചാവൂരിനോട് യാത്ര പറഞ്ഞ് നേരെ തിരിച്ചു വിട്ടു. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബുക്കുകളിൽ മാത്രം പരിചയമുള്ള തഞ്ചാവൂർ ക്ഷേത്രം ഒക്കെ കണ്ടതിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അങ്ങനെ തിരിച്ചെത്തി അവിടുന്ന് ഒരു ബിരിയാണി ഒക്കെ കഴിച്ച് വൈകിട്ട് 4 മണിയുടെ ഗുരുവായൂർ എക്സ്പ്രസ് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ടു. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.